എന്തുകൊണ്ടാണ് ശിവൻ ത്രിശൂലം ധരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഗണപതിയുടെ വലിയ ചെവികൾ നൽകുന്ന സന്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ആരാധിക്കുന്ന ഓരോ ദൈവങ്ങളുടെ കയ്യിലുമുള്ള ആയുധങ്ങൾക്കും ചിഹ്നങ്ങൾക്കും പിന്നിൽ വലിയൊരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ശിവഭഗവാന്റെ ചിഹ്നങ്ങൾ. ത്രിശൂലം. ഇത് 3 ഗുണങ്ങളെ സത്വം, രജസ്, തമസ് സൂചിപ്പിക്കുന്നു. കൂടാതെ ഭൂതം, വർത്തമാനം, ഭാവി എന്നിവയുടെ മേലുള്ള നിയന്ത്രണത്തെയും അർത്ഥമാക്കുന്നു. ഡമരു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ ശബ്ദമായ ഓംകാരത്തെ ഇത് സൂചിപ്പിക്കുന്നു. ചന്ദ്രക്കല. സമയത്തിന്റെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. 2. മഹാവിഷ്ണുവിന്റെ ചിഹ്നങ്ങൾ. പാഞ്ചജന്യം ശംഖ്. അറിവിനെയും പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെയും സൂചിപ്പിക്കുന്നു. സുദർശന ചക്രം. തിന്മയെ നശിപ്പിക്കാനും ധർമ്മം നിലനിർത്താനുമുള്ള മനസ്സിന്റെ വേഗതയെ സൂചിപ്പിക്കുന്നു. താമര. ചെളിയിൽ വിരിഞ്ഞാലും ശുദ്ധമായിരിക്കുന്ന താമര മോക്ഷത്തെയും സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. 3. ശ്രീകൃഷ്ണന്റെ ചിഹ്നങ്ങൾ. ഓടക്കുഴൽ. ഭഗവാൻ മനുഷ്യഹൃദയങ്ങളെ സംഗീതം കൊണ്ട് ഉണർത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ ഉള്ളു ശൂന്യമാക്കിയാൽ, അഹങ്കാരം വെടിഞ്ഞാൽ ഭഗവാൻ നമ്മളിലൂടെ സംഗീതം പൊഴിക്കാൻ കഴിയും എന്നാണർത്ഥം. മയിൽപീലി. പ്രകൃതിയുടെ സൗന്ദര്യത്തെയും എല്ലാ നിറങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും സ്വീകരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. 4. ഗണപതി ഭഗവാന്റെ ചിഹ്നങ്ങൾ. വലിയ ചെവികൾ. മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന പാഠം. ചെറിയ വായ. കുറച്ചു മാത്രം സംസാരിക്കുക. വലിയ വയർ. ജീവിതത്തിലെ നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ ദഹിപ്പിക്കാനുള്ള, സ്വീകരിക്കാനുള്ള കഴിവ്.